എവിടെയാണ്? നാം ഒരു തീർത്ഥാടനത്തിലാണ്. പറയൂ വത്സന്റെ അച്ഛൻ. കളർ അടിച്ച വണ്ടിയല്ലേ ഇത്? പറയൂ വത്സന്റെ അച്ഛൻ. രണ്ടും പിഴകളാ സാറേ. പണം കിട്ടിയ എന്റെ തല വരെ പറ്റും. ഇത് രാത്രി കണ്ടപ്പോ ഇത്രയും കളർ ആ അത് പറഞ്ഞപ്പോഴേ ഗൈസ് ഇത് ഇതിനെങ്ങനെ കളർ അടിക്കാൻ പറ്റണേ? ഇത് ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ അന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ എന്തോന്ന് മനസ്സിലായില്ല. ഈ വണ്ടിക്ക് എങ്ങനെ കളർ അടിക്കാൻ പറ്റണേ? നമ്മുടെ നിയമപ്രകാരം കളർ അടിക്കാൻ പറ്റൂലല്ലോ. AITP എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ഇന്ത്യൻ പെർമിറ്റ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ കേരളത്തിൽ ഓടുന്ന എല്ലാ വണ്ടികൾക്കും ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താ പോരെ? പക്ഷെ അത് ഭയങ്കര റേറ്റ് കൂടുതലാണ്. എന്തിന്റെ റേറ്റ്? എന്ത് റേറ്റാ കൂടുതൽ വരുന്നേ? പെർമിറ്റ് വരുമ്പം ടാക്സ് കൂടും, പിന്നെ അതുപോലെ ഇഷ്യൂസും ആണ് ഭയങ്കര. ഇത്ര സ്റ്റേറ്റിൽ എന്തൊക്കെയോ വേണം. ടാക്സ് എന്ന് പറയുമ്പോൾ മന്ത്ലി അടക്കണം ഈ ടാക്സ്. അത് അറിഞ്ഞൂടാ, വൺ ടൈം ആയിരിക്കും. ഇയർലി അല്ലേ വരുന്നത്? ഇതല്ലേ പബ്ലിക് വെഹിക്കിൾ അല്ലേ, പ്രൈവറ്റ് അല്ലല്ലോ. ഇയർലി ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. 3 മാസം. ഓ അങ്ങനെ ഉണ്ടല്ലേ. എത്ര രൂപ വരും അപ്പൊ ഓൾ ഇന്ത്യ പെർമിറ്റ് ഒക്കെ എടുക്കാൻ? നോർമലി തന്നെ ലക്ഷങ്ങളാണ്. 90,000. 7 to 10 ലക്ഷോ? 3.5 ഇയർലിയാ? 3 മാസം. 3 മാസാ? അതെങ്ങനെ ക്വാർട്ടർലി ആണ്. അതിനുള്ള ഓട്ടം ഉണ്ടാവുമായിരിക്കും അവർക്ക്. ഇപ്പൊ കുറച്ച് ഓട്ടം കിട്ടും ഇനിയിപ്പോ ഇത് കഴിഞ്ഞാ. ഫുള്ള് കിട്ടൂലടാ ബസ്സിന്, അത്ര ചെലവുണ്ട്.